Hello friends, automated biochemistry പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഓട്ടോമേറ്റഡ് ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഓട്ടോമേറ്റഡ് മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ അല്ല, മറിച്ച് ഓട്ടോമാറ്റിക്കായി സാമ്പിൾ സെൻട്രിഫ്യൂജ് ചെയ്ത് മെഷീനിലേക്ക് തന്നെത്താൻ ലോഡായി അതിനുശേഷം അവിടെ നിന്ന് സാമ്പിൾസ് ഓട്ടോമാറ്റിക്കായി സ്റ്റോർ ചെയ്യപ്പെടുന്നു, അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ആദ്യമേ നമുക്ക് സാമ്പിൾ റിസീവിംഗ് ഏരിയ പരിചയപ്പെടാം. ഇവിടെ സാമ്പിൾ റിസീവ് ചെയ്യുന്നത് ന്യൂമാറ്റിക് ട്യൂബ് സിസ്റ്റം വഴിയാണ്. എവിടെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് അവിടെ നിന്ന് പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷനും ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നുള്ള റിക്വസ്റ്റായിട്ടാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ കാരിയർ തിരിച്ചുവിടാവുന്നതാണ്. എവിടെ നിന്നാണ് വന്നത് അവിടേക്ക് നമ്മൾ തിരിച്ചുവിടുന്നു. അടുത്തതായി നമുക്ക് സാമ്പിൾ പ്രോഗ്രാമിംഗ് ഏരിയ പരിചയപ്പെടാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിക്വസ്റ്റ് നമ്പർ നമ്മുടെ LIS സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന റിക്വസ്റ്റിലെ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റുകളും നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മൾ ജസ്റ്റ് നമുക്ക് കിട്ടുന്ന റിക്വസ്റ്റും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. ഈ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ബാർകോഡ് ജനറേറ്റ് ആയി കിട്ടും. ഈ ബാർകോഡാണ് നമ്മൾ സാമ്പിളിലും ഒട്ടിച്ച് നമ്മൾ ലോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബാർകോഡ് എടുത്തതിന് ശേഷം ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ബാർകോഡ് നമ്മൾ സാമ്പിളിൽ ഒട്ടിക്കുന്നു. സാമ്പിളിൽ ഒട്ടിക്കുമ്പോൾ സാമ്പിളിൻ്റെ ലെവൽ കാണാൻ പാകത്തിനായിരിക്കും നമ്മൾ ബാർകോഡ് ഒട്ടിക്കേണ്ടത്. ലിസ്റ്റിൽ ഒട്ടിച്ചിരിക്കുന്ന ബാർകോഡ് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് സാമ്പിൾസിൻ്റെ റിസൾട്ട് നോക്കുന്നതും റിസൾട്ട് റീചെക്ക് ചെയ്യാനോ എല്ലാം ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെക്മാൻ്റെ പവർ പ്രോസസ്സർ എന്ന മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഈ മെഷീനിൽ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യാതെ തന്നെ സാമ്പിൾ നമുക്ക് വെച്ച് കൊടുത്താൽ മതി. ബാക്കി പ്രോസസ്സിംഗ് എല്ലാം മെഷീൻ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന സാമ്പിൾ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് 3 സാമ്പിൾ ലോഡ് ചെയ്യുന്നതാണ്. ഈ ഓട്ടോമേറ്റഡ് പവർ പ്രോസസ്സറിൽ പല ഭാഗത്തായിട്ട് ബാർകോഡ് സ്കാനറുകളുണ്ട്. ഈ ബാർകോഡ് സ്കാനറുകളാണ് എല്ലാ സാമ്പിളിൻ്റെ ബാർകോഡ് സെൻസ് ചെയ്തതിന് ശേഷം ഓരോ സ്ഥലത്തേക്കും ഡൈവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന സാമ്പിൾസ് സെൻട്രിഫ്യൂജ് ചെയ്തിട്ടില്ലാന്ന് ബാർകോഡ് സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ട് സെൻട്രിഫ്യൂജിലോട്ട് ഡൈവേർട്ട് ആകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ 5 സാമ്പിളുണ്ടെങ്കിലേ സെൻട്രിഫ്യൂഷൻ സ്റ്റാർട്ട് ആകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രയോറിറ്റി പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ സെൻട്രിഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
ഇത് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് സ്പീഡും എത്ര ടൈമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കാണാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഏകദേശം സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പിൾസ് അത് എടുക്കാൻ പാകത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് റീപൊസിഷൻ ചെയ്ത് തിരിച്ച് സാമ്പിൾ കാരിയറിലോട്ട് ലോഡ് ചെയ്യുകയാണ്. ബാലൻസ് തിരിച്ച് പൊസിഷൻ എവിടെ നിന്നാണ് എടുത്ത് അവിടേക്ക് തിരിച്ച് വയ്ക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഡീക്യാപ്പറിലോട്ടാണ്. ഈ ഡീക്യാപ്പർ എല്ലാ സാമ്പിൾസിൻ്റെയും ക്യാപ്പ് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഓരോ മെഷീനിലേക്കും സാമ്പിൾ പോകുന്നത്. ഇവിടെ സാമ്പിൾ മൂവ് ചെയ്യുന്നത് ഒരു ബെൽറ്റിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആ ബെൽറ്റ് എപ്പോഴും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാരിയർ അതിന് മേലെ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പറുകളുണ്ട്. ആ സ്റ്റോപ്പറാണ് ഓരോ സ്ഥലത്തും സ്കാൻ ചെയ്യാനൊക്കെ സാമ്പിൾ നിർത്തുന്നത്. അടുത്തായിട്ട് നമുക്ക് കാണാവുന്നത് ഇവിടെ ഒരു ബാർകോഡ് സ്കാനർ സെൻസ് ചെയ്തിട്ട് ആദ്യത്തെ മെഷീനിലേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 3 TXC 800 മെഷീനും ഒരു DXI 800 മെഷീനുമാണ്. DXI മെഷീനിലൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ സാമ്പിൾ ഡൈവേർട്ട് ആയിരിക്കുന്നത്. DXI മെഷീൻ സാമ്പിൾ പിപ്പറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രോബ് പുറത്തേക്ക് വന്നിട്ടാണ്. ഇത് ഇപ്പോൾ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. DXI മെഷീൻ്റെ പ്രോബ് പുറത്തേക്ക് വന്ന് സാമ്പിൾ ആസ്പിറേറ്റ് ചെയ്തു പോകുന്നു. DXI മെഷീൻ്റെ പ്രത്യേകത നമുക്കറിയാം. സാമ്പിൾ ആദ്യമേ ആസ്പിറേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള അഡ്വാൻറ്റേജ് ഓട്ടോമേഷനിൽ ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾസ് എത്രയും പെട്ടെന്ന് പിപ്പറ്റ് ചെയ്ത് ഫ്രീ ആയി കിട്ടും. അപ്പോൾ അടുത്ത മെഷീനിലേക്ക് നമുക്ക് പെട്ടെന്ന് ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അടുത്ത ബാർകോഡ് സ്കാനർ സ്കാൻ ചെയ്തിട്ട് അടുത്ത മെഷീനിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ്. DXC 800ലേക്കാണ് ഇപ്പോൾ ഡൈവേർട്ട് ആകുന്നത്. നമുക്കറിയാം DXI ഹോർമോണും DXC 800 ബയോകെമിസ്ട്രി ടെസ്റ്റുകൾക്കാണ് ഉപയോഗിക്കുന്നത്. DXI മെഷീനിൽ സാമ്പിൾസ് മെഷീനകത്തേക്ക് പോയിട്ടാണ് ആസ്പിറേറ്റ് ആകുന്നത്. അത് പുറത്തേക്ക് വരാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് DXIയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ സാമ്പിൾ റാക്കിലേക്ക് വെക്കുമ്പോൾ തന്നെ ബാർകോഡ് ഓട്ടോമാറ്റിക്കലി പൊസിഷൻ ചെയ്തായിരിക്കും. മെഷീനകത്തേക്ക് കയറുമ്പോൾ റീഡ് ചെയ്യാൻ പാകത്തിനായിരിക്കും ബാർകോഡ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാർകോഡ് എല്ലാം സ്കാൻ ചെയ്ത് മെഷീനിൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് സാമ്പിൾ ആസ്പിറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഇനി സാമ്പിൾസ് സ്റ്റോറേജ് ഏരിയയിലോട്ടാണ് പോകുന്നത്. സാമ്പിൾസ് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സാമ്പിൾസ് എല്ലാം ക്യാപ്പ് ചെയ്യുന്ന മെഷീനിലേക്കാണ് പോകുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേക ക്യാപ്പ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ട്യൂബിലേക്കും ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് സ്റ്റോക്ക് യാർഡിലേക്കാണ്. ഇതിനകത്താണ് നമ്മുടെ സാമ്പിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ക്യാപ്പിട്ട് വന്ന ട്യൂബുകൾ ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തുള്ള റാക്കിലേക്ക് നമ്പർ വൈസ് ആയിട്ട് വയ്ക്കുന്നതായിരിക്കും. ഇതിനകത്തുള്ള ഒരു റാക്കിൽ 340 സാമ്പിളാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഓരോ 3 നിലകളിലായിട്ട് 3 റാക്ക് വെച്ച് 3060 സാമ്പിൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ അടുത്തതായി ഈ സാമ്പിൾ റിട്രീവ് ചെയ്യാൻ പോവുകയാണ്. അതിന് ആദ്യമായി നമ്മൾ പോകേണ്ടത് ലൊക്കേഷൻ ആൻഡ് ഇവിടെ ബാർകോഡ് നമ്പർ, നമ്മൾ ഈ നമ്പർ ഇവിടെ സ്കാൻ ചെയ്യണം. And this one, the position outlet 2A3, position number 243, and we have to retrieve and we have to press. ഇപ്പോൾ എന്തെങ്കിലും സാമ്പിൾ ഹീമോലൈസ്ഡ് ആണോ എന്തെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് സാമ്പിൾ റിട്രീവ് ചെയ്തെടുക്കാവുന്നതാണ്. സാമ്പിൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ, സാമ്പിൾ അത് തന്നെയാണോ റിട്രീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അടുത്തായിട്ട് നമുക്ക് സാമ്പിൾ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന മാനുവലായിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സാമ്പിളിൽ ബാർകോഡ് ഒട്ടിക്കുക, മെഷീനിൽ ലോഡ് ചെയ്യുക. അതിനുശേഷം അവസാനമായിട്ടുള്ളത് നമ്മൾ മാനുവലായി ചെയ്യുന്നത് വാലിഡേഷനാണ്. റിപ്പോർട്ട് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വന്നിരിക്കുന്ന റിസൾട്ടെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഓതറൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് എടുത്ത് റിസൾട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് വിടാവുന്നതാണ്.
അടുത്തായിട്ട് നമുക്ക് സാമ്പിൾ റിപ്പോർട്ട് എങ്ങനെ വാർഡിലേക്ക് തിരിച്ചു വിടുന്നതെന്ന് കാണാം. അതിനായിട്ട് നമ്മൾ ക്യാരിയർ എടുത്ത് അതിൽ റിപ്പോർട്ട് മടക്കി വെച്ചതിന് ശേഷം ഏത് വാർഡിലേക്കാണോ വിടേണ്ടത് ആ വാർഡിലേക്കുള്ള നമ്പർ പ്രസ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. Start.